മരണത്തെ അഭിമുഖീകരിക്കുകയാണ്. ഈ മരണത്തെ അഭിമുഖീകരിക്കുമ്പോൾ അവിടെ വലിയ സംഘർഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനായിട്ട് നിങ്ങളുടെ സഹായം നിങ്ങൾ കൊടുക്കുന്നു. ഈശോ മറിയം യോസേഫേ, ഈ ആത്മാവിന് കൂട്ടായിരിക്കുന്നു. നിങ്ങൾ മരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും ഓർത്തുകൊള്ളുക, നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റും ഈ സുഹൃത്ത ജപം ഈശോ മറിയം യോസേഫേ, ഈ ആത്മാവിന് കൂട്ടായിരിക്കണമേ എന്ന് പറയുവാനല്ല അനേകർ ഉണ്ടായിരിക്കും. നിങ്ങൾ മറ്റുള്ളവരുടെ മരണസമയത്ത് പോയി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മരണസമയത്ത് ആരെങ്കിലും ഉണ്ടായിരിക്കും. ചിലപ്പോഴ് നിങ്ങളുടെ മരണസമയത്ത് രോഗിലേപനം നൽകുവാനായിട്ട് വൈദികരെ കിട്ടുവാനായിട്ട് പ്രയാസമാണെങ്കിൽ പോലും നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതിനാൽ, നന്മ പ്രവൃത്തികൾ ചെയ്യുന്നതിനാൽ നിങ്ങളുടെ മരണസമയത്ത് ഈ രോഗിലേപനം തരുവാനായിട്ട് എങ്ങനെയെങ്കിലും ഒരു വൈദികൻ വന്നു. Praise the Lord. Praise the Lord. Hallelujah. 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 ഇവിടെ ഈശോ പറഞ്ഞെന്താണ്? നിങ്ങളുടെ ജീവിതകാലത്ത് എത്ര കുർബാനകളിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ അത്രയും വിശുദ്ധര്. നിങ്ങൾ 1,00,000 കുർബാനകളിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 1,00,000 വിശുദ്ധര് നിങ്ങളുടെ മരണത്തിലേക്ക് ചുറ്റുമുണ്ടായിരിക്കും. നിങ്ങൾ 1000 കുർബാനകളിലാണ് പങ്കെടുത്തിട്ടുള്ളതെങ്കിൽ 1000 വിശുദ്ധര് ഉണ്ടായിരിക്കും. അങ്ങനെ നിങ്ങളുടെ മരണസമയത്ത് കൂടുതൽ വിശുദ്ധരെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ എത്ര ദിവ്യബലികളിൽ പങ്കെടുക്കാമോ അത്രയും ദിവ്യബലികളിൽ പങ്കെടുക്കുക. Praise the Lord. Praise the Lord. Hallelujah. 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 ഒരു ദിവസം നിങ്ങൾക്ക് 2 ദിവ്യബലികളിൽ പങ്കെടുക്കാമെങ്കിൽ 2 ദിവ്യബലികളിൽ പങ്കെടുക്കുക. ഒരു ദിവസം 3 ദിവ്യബലികളിൽ പങ്കെടുക്കാമെങ്കിൽ, അതിനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അതീവ സന്തോഷത്തോടുകൂടി ആ 3ാമത്തെ ദിവ്യബലിയിലും പങ്കെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുക. Praise the Lord. Praise the Lord. നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ട്. നിങ്ങൾക്ക് ഒരു ദിവസം മരണമെന്ന പ്രതിഭാസം നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടതാണ്. അതിനാൽ കൂടുതൽ വിശുദ്ധരായ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. അതിനായിട്ട് നിങ്ങൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ വിശുദ്ധരുടെ എണ്ണം വർദ്ധിപ്പിക്കുവാനായിട്ട് നിങ്ങൾ നോക്കുന്നു. Praise the Lord. Praise the Lord. Hallelujah. 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 ഇവിടെ നിങ്ങൾ ഒരു ദിവസം രാത്രി എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് അല്പം തലവേദനയുണ്ട്. നിങ്ങൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് രാവിലത്തെ കുർബാനയ്ക്ക് പോകും. നിങ്ങൾക്കറിയാം 10 മണിക്ക് ഒരു അടിയന്തര കുർബാന കൂടിയുണ്ട്. അതിനാൽ നിങ്ങൾ വിചാരിക്കുന്നു രാവിലത്തെ കുർബാനയ്ക്ക് പോയിട്ട് പോകണ്ട, 10 മണിക്ക് കുർബാനയുണ്ടല്ലോ, ആ കുർബാനയ്ക്ക് പോകാം. എന്നാൽ നിങ്ങൾക്ക് ജീവിത ലക്ഷ്യമുണ്ടെങ്കിൽ, അല്പം തലവേദനയുണ്ടെങ്കിലും അതിരാവിലെ നിങ്ങൾ ദിവ്യബലിക്ക് പോകും. രണ്ടാമതൊരു അവസരം കിട്ടുന്നു, നിങ്ങൾ ആ ദിവ്യബലിയിലും പങ്കെടുക്കും. കാരണം എത്രമാത്രം കുർബാനകളിൽ പങ്കെടുക്കാമോ അത്രമാത്രം കുർബാനകളിൽ പങ്കെടുക്കുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു. Praise the Lord. Praise the Lord. എല്ലാവരുടെയും ജീവിത ലക്ഷ്യം നിത്യജീവനാണ്, സ്വർഗീയ ജീവനാണ്. അതിനു വേണ്ടിയിട്ട് ഈ ലോകത്തില് നമുക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തു കൂട്ടണം. അങ്ങനെ ഞാൻ സ്വർഗത്തിലേക്ക് പോകും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതാണ്, ഈ ധ്യാനം മുതൽ നിങ്ങൾക്ക് ഒരു ദിവസം 2 ദിവ്യബലികളിൽ പങ്കെടുക്കാമെങ്കിൽ പങ്കെടുത്തിരിക്കും എന്ന് പറയുന്നത് ഒന്ന് എഴുതി നോക്കുക. പ്രയോഗത്തിൽ നോക്കുക, ആരുടെ എഴുതുന്നുണ്ടെന്ന് നോക്കുക. ഇത്രയും ആൾക്കാരെ എഴുന്നേൽക്കുന്നുണ്ട്. ഇരിക്കുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ രാവിലെയും 10 മണിക്കും ദിവ്യബലികളിൽ പങ്കെടുക്കാമെങ്കിൽ നിങ്ങൾ പങ്കെടുക്കാനായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഉപദേശം തന്നത്.
കാരണം നിങ്ങൾക്ക് നിത്യജീവൻ നിങ്ങളുടെ ലക്ഷ്യമാണ്. സ്വർഗീയ ജീവൻ നിങ്ങളുടെ ലക്ഷ്യമാണ്. ആ സ്വർഗീയ ജീവന് വേണ്ടിയിട്ട് ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യാമോ അതെല്ലാം ചെയ്തിരിക്കണം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. തിരിച്ചറിയുക.